എറണാകുളം വൈറ്റ്ലയിൽ വൻ ലഹരിവേട്ട 281 ഗ്രാം MDMA-യുമായി 4 പേരാണ് പിടിയിലായത്. ഡൽഹിയിൽ നിന്ന് റോഡ് മാർഗമാണ് പ്രതികൾ കേരളത്തിൽ ലഹരി എത്തിച്ചിരുന്നത്. സ്ത്രീകളെ ഉപയോഗിച്ചായിരുന്നു ലഹരി കടത്തുന്നത് ജോയിന്റ് എക്സൈസ് കമ്മീഷണർ പറഞ്ഞു. ഇന്നലെ രാവിലെയാണ് കൊച്ചിയിൽ മയക്കുമരുന്നുമായി 4 അംഗ സംഘം പിടിയിലായത്. 19-കാരിയും പത്തനംതിട്ട സ്വദേശി വരുൺദേവ്, എറണാകുളം സ്വദേശി സിദ്ദിഖ്, വിപിൻ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 232 ഗ്രാം MDMA-യും ഹെറോയിനും പിടിച്ചെടുത്തു. ലഹരിക്കടത്തിന് ഉപയോഗിച്ചിരുന്ന ഥാർ ജീപ്പും എക്സൈസ് വിഭാഗം കസ്റ്റഡിയിലെടുത്തു. സ്റ്റിയറിംഗിന്റെ അടിയിലെ രഹസ്യ അറയിൽ നിന്നാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. കലൂരിലെ ആഡംബര ഹോട്ടലിൽ നടത്തിയ പരിശോധനയിൽ ഒരു പെൺകുട്ടിയെയും ഒരു സുഹൃത്തിനെയും പിടികൂടിയിരുന്നു. ഇവരിൽ നിന്ന് 49 ഗ്രാം MDMA-യും എക്സൈസ് സംഘം കണ്ടെത്തി. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിലൂടെയാണ് പിന്നിലുള്ള വലിയ മാഫിയയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നത്. ഡൽഹിയിൽ നിന്ന് റോഡ് മാർഗമാണ് സംഘം ലഹരിമരുന്ന് കേരളത്തിലെത്തിച്ചിരുന്നത്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് പത്തനംതിട്ട സ്വദേശി വരുൺദേവ് ആണെന്ന് എക്സൈസ് സംഘത്തിന് മൊഴി ലഭിച്ചു. ഇയാൾ സ്ത്രീകളെ ഉപയോഗിച്ചാണ് ലഹരി കടത്തിയിരുന്നത്. ആദ്യം അറസ്റ്റ് ചെയ്ത പ്രതി വേറെ 2 NDPS കേസിൽ മുമ്പ് അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അതിൽ ഒരു കേസ് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസാണ്, ഒരെണ്ണം പോലീസിന്റെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസിൽ പ്രതിയാണ്. ഈ വരുൺദേവ് എന്ന് പറയുന്ന ആളുടെ പേരിൽ വേറെ കേസുകളൊന്നുമില്ല. ഒരു 307 കേസ് ഉണ്ടെന്ന് പറയുന്നു. സ്ത്രീകളെ ഉപയോഗിച്ചാണ് ഡൽഹിയിൽ ഈ താർ ജീപ്പിൽ പോയിട്ട് സ്ത്രീകളെ ഉപയോഗിച്ച് സ്ത്രീകളെ കൊണ്ട് ക്യാരിയറായിട്ട് വണ്ടിയിൽ കൊണ്ടുവന്ന് കേരളത്തിൽ കൊണ്ടുവന്ന് റീറ്റെയിൽ ചെയ്യുക എന്നുള്ളതാണ് ഒരു മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത്. ഓണത്തോടനുബന്ധിച്ച് നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിരുന്നു പരിശോധന. സംഭവത്തിൽ എക്സൈസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് മലയാളം, കൊച്ചി.